മത്സ്യത്തൊഴിലാളികളെയാകെ ട്വീറ്റിലൂടെ അപമാനിച്ചതിന് പിന്നാലെ ശശി തരൂരും കോൺഗ്രസും ഓരോരോ ഗിമ്മിക്കുകളുമായാണ് ദിവസവും എത്തുന്നത്. മത്സ്യ മാർക്കറ്റ് സന്ദർശിച്ച ശേഷം മീൻമണമേറ്റാൽ തനിക്ക് ഓക്കാനം വരുമെന്ന് ശശി തരൂർ ട്വീറ്റ് ചെയ്തിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത്. അവർ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമിടുകയും ചെയ്തു. അത് മറികടക്കാൻ കോൺഗ്രസുകാർ നടത്തിയ നാടകമാണ് ഇപ്പോൾ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മത്സ്യ മാർക്കറ്റ് സന്ദർശിച്ചപ്പോഴുള്ള ചിത്രം സഹിതമാണ് തരൂർ ട്വീറ്റ് ചെയ്തത്. മത്സ്യത്തിന്റെ മണം കേട്ടാൽ ഓക്കാനം വരുന്ന വെജിറ്റേറിയനാണ് താൻ എന്നാണ് തരൂരിന്റെ ട്വീറ്റിലെ വരികൾ. അതിനെ ന്യായീകരിക്കാൻ തന്റെ ഇംഗ്ലീഷ് മലയാളി നേതാക്കൾക്ക് മനസ്സിലാകില്ലെന്ന് മറ്റൊരു ട്വീറ്റും ചെയ്തു. വലിയ ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള തരൂർ അത് സമർത്ഥിക്കാനായി മലയാളം അർത്ഥം എന്ന് പറഞ്ഞ് വേറെയും പോസ്റ്റ് ചെയ്തു. തരൂരിനും കോൺഗ്രസുകാർക്കും ഒഴികെ വേറെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ലല്ലോ. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വ്യാപക പ്രതിഷേധമുയർന്നതോടെ ശനിയാഴ്ച പുതിയ തുറയിലെത്തി വലിയൊരു ചൂരമീൻ തരൂർ എടുത്തുയർത്തി നാടകമാടി. എന്നാൽ അവിടെ അങ്ങനെ ഒരു മത്സ്യ മാർക്കറ്റ് നിലവിലില്ലെന്നും കോൺഗ്രസ് MLA ആയ VS ശിവകുമാറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തിരക്കഥയാണതെന്നും കൈരളി TV കൈയോടെ പിടികൂടി. തരൂർ എത്തുമ്പോൾ എങ്ങനെ അഭിനയിക്കണമെന്നും മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു. യാതൊരു നാടകീയതയുമില്ലാതെ നായകന്റെ എൻട്രി. കഴിഞ്ഞ ദിവസം വരെ മത്സ്യം കൈകൊണ്ട് തൊടാത്ത തരൂരിന് പെട്ടെന്നാണ് മീനിനോടും മത്സ്യത്തൊഴിലാളികളോടുമുള്ള ഓക്കാനം മാറിയത്. നേരത്തെ പറഞ്ഞുറപ്പിച്ച ക്യാമറകൾ മിന്നിമറിഞ്ഞു. താൻ പറഞ്ഞതിന്റെ അർത്ഥം വേറെയാണെന്ന് തരൂർ കപട ന്യായീകരണങ്ങൾ പറയുമ്പോഴേക്കും മുതിർന്ന കോൺഗ്രസ് നേതാവായ KV തോമസ് തരൂരിനു വേണ്ടി മത്സ്യത്തൊഴിലാളികളോട് ക്ഷമ ചോദിച്ച് രംഗത്തെത്തി. ഇതോടെ ആ വാദവും പൊളിഞ്ഞു. ന്യായീകരണത്തിനായി തരൂർ ഇനിയും ഡിക്ഷണറികൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുമായിരിക്കും. തരൂരിനും കോൺഗ്രസിനും ആ തെറ്റിനെ മറയ്ക്കാൻ അതുമാത്രം മതിയായിരിക്കും. പക്ഷേ കേരളത്തിലുള്ളവർ എല്ലാം അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സാംസ്കാരിക കേരളം നിങ്ങളുടെ ഈ നാടകത്തെ പുച്ഛിച്ചു തള്ളുകയാണ്.